ഹലോ ഗായ്സ്, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഒരു ചായ കുടിച്ചിട്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, നമ്മളുടെ ഇന്നത്തെ ഡേ തുടങ്ങാം. ഡേ എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഈ രാത്രിയാണോ ഡേ എന്ന്. ഇതൊരു അർദ്ധരാത്രിയാണ്. ഇപ്പോൾ ഏകദേശം സമയം 1:15 അതുകൊണ്ട് തന്നെ ഇവിടെ ഭയങ്കര ലൈവാണ്. ഇന്ത്യൻസൊക്കെ കുറവാണ് എങ്കിലും ബാക്കിയുള്ള ആളുകളൊക്കെ ഒരുപാട് ഉണ്ട്. ഈ സമയമൊക്കെ ഒരു ആസ് യൂഷ്വൽ പോലെയാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയൊരു മിഡ് നൈറ്റാണ്. നല്ല കളർഫുള്ളായിട്ടുള്ള നമ്മളെ ഡൗൺ ടൗണിലാണ് ഇപ്പോൾ ഉള്ളത്. അടിപൊളി വൈബും ആംബിയൻസും കിട്ടുന്ന സ്ഥലമാണ്. നോമ്പിന് നമ്മൾ പൊതുവെ രാത്രി ഇപ്പം നാട്ടിലൊക്കെ ആണെങ്കിൽ നമ്മൾ ഓരോ സ്ഥലത്ത് പോയിട്ട് ഐസച്ചാറും ഐസൊരുതി, നിങ്ങളുടെ നാട്ടിൽ എങ്ങനെ പറയാമെന്നറിയില്ല, നമ്മുടെ നാട്ടിൽ ഐസച്ചാറ്, ഐസൊരുതി, ഉപ്പിലിട്ടത്, അപ്പം അങ്ങനത്തെ കാര്യങ്ങൾ തിന്നാൻ, പിന്നെ ഓംലെറ്റ്, ക്രീം പീസ് കാര്യങ്ങൾ, അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ തിന്നാനൊക്കെ നമ്മൾ ഈ നോമ്പായി കഴിഞ്ഞാൽ രാത്രി കാലങ്ങളിൽ നമ്മൾ പോവും. പിന്നെ റൈഡ്, അങ്ങനത്തെ കാര്യങ്ങളാണ്. പക്ഷെ നമ്മളിപ്പോൾ വേറൊരു സ്ഥലത്ത് വന്ന് പെടുന്ന സമയത്ത് ഇതേപോലുള്ള ലിമിറ്റഡ് ആയിട്ടുള്ള ഏരിയാസ് നമുക്ക് കവർ ചെയ്യാൻ പറ്റും. പിന്നെ ഒരുപാട് മലയാളികളുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട്. അവിടെ പോയി നമുക്ക് അവിടെയും വൈബ് സെറ്റാക്കാം. പിന്നെ നോമ്പിനെ കുറിച്ച് പറയുകയാണെങ്കിൽ കുറച്ചും കൂടെ എന്താ പറയുക, നാട്ടിലത്തെ നമ്മളെ ചെറുപ്പകാലത്ത് കുറേ വൈബുകളാണ് എനിക്ക് ഓർമ്മ വരുന്നത്. പ്രധാനമായിട്ടും ഈ നോമ്പിൻ്റെ സമയങ്ങൾ നമ്മൾ ചെറുതാവുന്ന സമയത്തൊക്കെ നമ്മളൊരു ഫ്രണ്ട് ഉണ്ട് പള്ളിക്കണ്ടിയിൽ. അപ്പോൾ ഓൻ്റെ വീട്ടിനെ കേന്ദ്രീകരിച്ചിട്ട് എന്ത് ചെയ്യും, നമ്മൾ ഒളിച്ചെളിയും അതേപോലെ ബലൂൺ പൊട്ടിക്കലും ബലൂൺ വെള്ളമൊക്കെ നിറച്ചിട്ട് അതെന്ത് ചെയ്യും, നമ്മളിങ്ങനെ ഉണ്ടസേറ് പോലെ കളിക്കും. നിങ്ങളുടെ നാട്ടിൽ അതെങ്ങനെ എന്താ പറയാമെന്നുള്ള അറിയില്ല. അങ്ങനത്തെ കളികളുണ്ടാവും. നല്ല രസമായിരുന്നു. നല്ല മെമ്മറിയാണ് കുട്ടിക്കാലത്ത് ഉണ്ടായത്. പിന്നെ നമ്മൾ കുറച്ചും കൂടി വലുപ്പൊക്കെ ആയ ശേഷം നമ്മൾ ഫ്രണ്ട്സിൻ്റെ കൂടെ എന്ത് ചെയ്യും, ഓരോ ഡെസ്റ്റിനേഷൻ പിടിക്കും. അവിടെ എന്തെങ്കിലും തട്ടുകളിൽ എന്തെങ്കിലും വെറൈറ്റീസ് എന്തെങ്കിലും തിന്നാണ്ടെങ്കിൽ അത് പോയി തിന്നും. അങ്ങനെ ഒരു അടിപൊളിയായിരുന്നു ആ ഒരു നോമ്പിൻ്റെ നൊസ്റ്റാൾജിയ എന്ന് പറഞ്ഞാൽ. നമുക്ക് വേറെ സമയം, നമ്മൾ ഈ ചെറുതാവുന്ന സമയത്തോ നമ്മൾ കുറച്ചും കൂടി വലുപ്പമായ സമയത്തോ നമുക്ക് കിട്ടില്ലല്ലോ. അതൊരു കാര്യമാണ്. അപ്പം അതൊക്കെ എനിക്ക് പെട്ടെന്ന് ഇങ്ങനെ ആലോചിച്ചപ്പോൾ ഇങ്ങനെ ഓർമ്മയിൽ വന്നു. ഇപ്പം ഞാൻ ഉള്ളത് ഖത്തറിലാണ്. അതുകൊണ്ട് തന്നെ ഇങ്ങനെ ലിമിറ്റഡ് ആയിട്ടുള്ള കുറച്ച് ഏരിയാസ് നമുക്ക് കവർ ചെയ്തിട്ട് അവിടുത്തെ പല വിശേഷങ്ങളും നമുക്ക് കാണിക്കാമെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. അപ്പോൾ ഏകദേശം ഇപ്പോൾ സമയം വളരെ ലേറ്റാണ്, അതായത് 1:30 മണിയായി. അപ്പം ഈ 1:30 മണിക്കും ഇവിടെ നമ്മൾ ഇന്ത്യൻസ് വളരെ കുറവാണ്. പക്ഷെ മറ്റ് രാജ്യങ്ങളിലുള്ള ആളുകൾ എന്തുണ്ട്, ഇവിടെ ഒഴുക്കുണ്ട്. നല്ല ആളുകൾ ഉണ്ട് ഇവിടെ ശരിക്കും പറയുകയാണെങ്കിൽ. അപ്പോൾ നല്ലൊരു വൈബാണ്. ഒരു ഇളം തണുപ്പ് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. പൊതുവേ ഖത്തറിലെ തണുപ്പ് ഏകദേശം മാറിക്കഴിഞ്ഞ് ചൂടിലേക്ക് വന്നു. ഉച്ചയ്ക്കൊക്കെ നല്ല അടിപൊളി. ഇതുവരെ എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ്